21ാം നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും മികച്ച വെബ് സീരീസ് ഒന്നാണ് സെവറൻസ്. കഥയുടെ കാര്യമാണെങ്കിലും നറേറ്റീവിൻ്റെ കാര്യമാണെങ്കിലും സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്, മ്യൂസിക്, അങ്ങനെ എന്തെടുത്താലും എപ്പിക്കാണ് സീസൺ 1. അതിൻ്റെ 10 ഇരട്ടിയാണ് സെവറൻസ് സീസൺ 2-ൽ നിങ്ങൾക്ക് കിട്ടുന്നത്. എല്ലാവരുടെയും സർവൈവലിന് വേണ്ടിയിട്ടാണ് ഈ സീസൺ 2-ലെ മുഴുവൻ കഥകളും നടക്കുന്നത്. പക്ഷേ ആരുടെ ഭാഗത്താണ് നീതി, ആരുടെ ഭാഗത്താണ് ന്യായം, ആരുടെ ഭാഗത്താണ് ജയം എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആരുടെ ഭാഗത്താണ് പ്രേക്ഷകൻ ആഗ്രഹിച്ചത് എന്നതിനേക്കാളും ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് ഈ വെബ് സീരീസ് കൊണ്ടുപോകുന്നുണ്ട്. കാരണം സീസൺ 2-ൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുമ്പോൾ കണ്ടിരിക്കുന്നവർക്കൊരു മരവിപ്പുണ്ടാവും. ഒന്നും ചെയ്യാനില്ലാത്ത, ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു മരവിപ്പ്. ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് അത് ഭയങ്കരമായൊരു ഫീലാണ്. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത്, ഇനി സംവിധായകനായ ബെൻ സ്റ്റില്ലറെ കൊന്നിട്ടാണെങ്കിലും ശരി സീസൺ 3-യുടെ കഥ അറിയുക എന്നുള്ളതാണ്. കാരണം അത്രയും വലിയൊരു ഹൈ പോയിന്റിലാണ് ടപ്പേന്ന് വെച്ച് സീസൺ 2 എൻഡ് ചെയ്യുന്നത്. എന്തിനായിരുന്നു ആ എൻഡിങ് എന്നൊരു ചോദ്യം കണ്ടിരിക്കുന്ന എല്ലാവർക്കും തോന്നും. കഥയെപ്പറ്റി എന്ത് പറഞ്ഞാലും അത് സ്പോയിലറാവും. നമ്മൾ ഇതിനു മുമ്പ് സെവറൻസ് സീസൺ 1-ൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത് പ്രേക്ഷകർക്ക് വേണമെങ്കിൽ പോയി നോക്കാവുന്നതാണ്. സീസൺ 1 നിർത്തുന്നത് ഒരുപക്ഷെ ഗംഭീര ക്ലിഫ് ഹാങ്ങറിലാണ്. കണ്ടിരിക്കുന്ന പ്രേക്ഷകർ സ്ട്രക്കായി പോകുന്ന, ബാക്കി എവിടെയെന്ന് ചോദിക്കാൻ തക്കവണ്ണം ഞെട്ടിപ്പോകുന്ന ഒരു ക്ലിഫ് ഹാങ്ങറിലാണ് സീസൺ 1 ഫിനാലെ എൻഡ് ചെയ്യുന്നത്. പക്ഷേ സീസൺ 2 സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ഒന്നുമല്ല. വളരെ കൂളായിട്ടുള്ള, നമ്മൾ സീസൺ 1-ൽ കണ്ട ഭയങ്കര കയോട്ടിക്കായ സിറ്റുവേഷനൊന്നുമല്ല, വളരെ കൂൾ ആൻഡ് കാമായ സിറ്റുവേഷനിൽ നിന്നാണ്. ഇതെന്ത് പറ്റി, ഈ കഥയുടെ ആ മറ്റു പ്രശ്നങ്ങൾ എവിടെ, അല്ലെങ്കിൽ ഫസ്റ്റ് സീസണിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എവിടെ എന്ന് ആലോചിച്ച് സീസൺ 2-ൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞ് അല്ലെങ്കിൽ സെക്കൻഡ്, തേർഡ് എപ്പിസോഡിലേക്ക് എത്തുന്ന പ്രേക്ഷകൻ ഒരു 10 ഇരട്ട ഞെട്ടൽ പിന്നീട് ഉണ്ടാവും. സീസൺ 1 പോലെ തന്നെ സീസൺ 2-ലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും 10 ഔട്ട് ഓഫ് 10 വർക്കാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇട്ടുപോയ, അല്ലെങ്കിൽ നമ്മൾ അധികം മൈൻഡ് ചെയ്യാതെ പോയ പല പോയിന്റുകളും സീസൺ 2-ൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആകുന്നുണ്ട്. അതെങ്ങനെ ഇമ്പോർട്ടൻ്റ് ആകുന്നു എന്ന് ചോദിച്ചാൽ, ഒരു സാധാരണ മനുഷ്യൻ്റെ വികാരങ്ങൾക്കൊപ്പം തന്നെ ഈ സർപ്രൈസ് എലമെൻറ്റ്സ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. സീസൺ 2-ൽ വന്നത് നിന്നതുമായ എല്ലാ കഥാപാത്രങ്ങളും ഞെട്ടിച്ചിട്ടുണ്ട്, ലിറ്ററലി ഞെട്ടിച്ചിട്ടുണ്ട്. ഒരാൾ പോലും ഒരു മോശം ആക്ടിങ് ചെയ്തിട്ടില്ല. അതിൽ എടുത്തു പറയേണ്ട 2 പേരുണ്ട്. മാർക്ക് എസ് എന്ന കഥാപാത്രം ചെയ്ത ആദം സ്കോട്ട് ഗംഭീര പ്രകടനം. ഇതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡിൽ, സീസൺ 2-ൻ്റെ ലാസ്റ്റ് എപ്പിസോഡിൽ ഒരു മാർക്ക് വേഴ്സസ് മാർക്ക് എന്ന് പറയാവുന്നൊരു സീക്വൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് മിസ്റ്റർ മിൽച്ചിക്കായി അഭിനയിച്ച ട്രാമൽ ടിൽമാൻ. ഒരു വില്ലൻ, നെഗറ്റീവ് ക്യാരക്ടർ എന്നതിനേക്കാൾ കൂടൊക്കെ പണ്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വില്ലനെ കാണുമ്പോൾ അവനെ പിടിച്ചങ്ങ് ഭിത്തിയിൽ ഒടിച്ചിരുന്നെങ്കിൽ എന്ന അത്രയും വെറുപ്പ് തോന്നുന്നൊരു ക്യാരക്ടറാണ് മിൽച്ചിക്ക്. അത് ട്രാമൽ ടിൽമാൻ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സീസൺ 1-ഉം സീസൺ 2-ഉം ഇപ്പോൾ ആപ്പിൾ TV+ ലഭ്യമാണ്. സീസൺ 3 അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിനായിട്ട് എല്ലാവരെയും പോലെ ഞാനും കാത്തിരിക്കുന്നു. 100% ഉറപ്പിച്ച് പറയാം, ഒരാൾക്ക് പോലും ഈ വെബ് സീരീസ് ഒരു മോശം വർക്കാണെന്നോ ഒരു ആവറേജ് വർക്കാണെന്നോ പറയാൻ കഴിയില്ല. കാരണം എബോവ് ആവറേജ്, ഔട്ട്സ്റ്റാൻഡിങ്, ബ്രില്യൻറ്റ് എന്നിങ്ങനെയുള്ള എല്ലാ പേരുകളും ചേരുന്ന ഒരു വെബ് സീരീസാണ് സെവറൻസ്. എ മസ്റ്റ് വാച്ച്.